തിരുവനന്തപുരം മൊട്ടമ്മൽ പെരുന്തോട്ടം ശ്രീ നീലിയാർ ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ നടന്നു. വനദേവതയായ നീലിയാർ ഭഗവതിയെ കൂടാതെ വേട്ടക്കൊരു മകൻ, പുള്ളിവേട്ടക്കൊരു മകൻ, ഊർപ്പഴശ്ശി, കുട്ടിത്തെയ്യം എന്നീ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. ആരാധനകളുടെ വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയമായ ക്ഷേത്രമാണ് മൊട്ടമ്മൽ പെരുന്തോട്ടം ശ്രീ നീലിയാർ ഭഗവതി ക്ഷേത്രം. കോലം തികഞ്ഞ മാതാവായ ശ്രീ നീലിയാർ ഭഗവതിയുടെ അഭിമാനപ്രഭുവും ഐശ്വര്യപ്രഭുവുമായ വേട്ടക്കൊരു മകൻ ഊർപ്പഴശ്ശി ദൈവത്താരുടെ പുള്ളി വേട്ടക്കൊരു മകൻ ദൈവത്തിന്റെയും അപാര ചൈതന്യം കുടിക്കൊള്ളുന്ന പുണ്യക്ഷേത്രമാണ് പെരുന്തോട്ടം ശ്രീ നീലിയാർ ഭഗവതി ക്ഷേത്രം. ക്ഷേത്രത്തിൽ വേട്ടക്കൊരു മകൻ, ഊർപ്പഴശ്ശി എന്നീ ദേവതകൾക്ക് നിത്യപൂജയുമുണ്ട്. പുള്ളിവേട്ടക്കൊരു മകനെയും ആരാധിക്കുന്നു. ആരാധനകളുടെ വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയമായ ക്ഷേത്രമാണ് മൊട്ടമ്മൽ പെരുന്തോട്ടം ശ്രീ നീലിയാർ ഭഗവതി ക്ഷേത്രം. ഇവിടെ എല്ലാ മാസവും സംക്രമം തോറും നീലിയാർ ഭഗവതിയെ കെട്ടിയാടുന്നുണ്ട്. മാങ്ങാട്ടുപറമ്പിലെ നീലിയാർ ഭഗവതി കാവിൽ നിന്നും പെരുന്തോട്ടത്തെ ഒരു കാരണവരുടെ കൂടെ നീലിയാർ ഭഗവതി ഇവിടെ എത്തിയെന്നാണ് ഐതിഹ്യം. ജനുവരി 15 തുടങ്ങി ജനുവരി 19 വൈകുന്നേരത്തോടെയാണ് കളിയാട്ടത്തിന് സമാപനമായത്. ബുധനാഴ്ച രാവിലെ പ്രതിഷ്ഠാദിന ചടങ്ങുകളും നടന്നു. വ്യാഴാഴ്ചയാണ് നീലിയാർ ഭഗവതിയുടെ പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടന്നത്. 2 ദിവസവും ഗണപതി ഹോമവും അഭിഷേകം, ഉഷപൂജ, നവകപൂജ, നവകാഭിഷേകം, ഉച്ചപൂജ തുടങ്ങിയവയും നടന്നു. തായമ്പകയ്ക്കും അത്താഴ പൂജയ്ക്കും ശേഷം നീലിയാർ ഭഗവതിയുടെ തിരുമുടി ഉയർന്നു. ശേഷം മുഖത്തെഴുത്തും ആടയാഭരണങ്ങളാലും ചടുല നൃത്തങ്ങളാലും ഏറെ വ്യത്യസ്തമായ കുട്ടിത്തെയ്യം അരങ്ങേറി. കളിയാട്ട സമാപന ദിവസമായ ഞായറാഴ്ച പുലർച്ചെ വെള്ളാട്ടം, വെള്ള ഒപ്പിക്കൽ എന്നീ ചടങ്ങുകളും നടന്നു. പുലർച്ചെ 3 മണിയോടെ വേട്ടക്കൊരു മകൻ ദൈവത്തിന്റെയും ഊർപ്പഴശ്ശി ദേവത്താറിന്റെയും പുറപ്പാട് നടന്നു. രാവിലെ 11 മണിക്ക് നാഗപൂജയും നടന്നു. തുടർന്ന് നവകാഭിഷേകവും ഉച്ചപൂജയും നടന്നു. വിവിധ അനുഷ്ഠാന ചടങ്ങുകൾക്ക് ശേഷം വൈകുന്നേരത്തോടെ തിരുമുടിയഴിച്ചു. കളിയാട്ടത്തിന് പരിസമാപ്തിയുമായി. ക്ഷേത്രത്തിലെത്തിയ എല്ലാ ഭക്തജനങ്ങൾക്കും അന്നദാനവും ഉണ്ടായിരുന്നു. സിറ്റി ന്യൂസ്, കണ്ണൂർ.